ഡോക്ടർ ജി വി ഹരി, ചില കാര്യങ്ങളിൽ ഇപ്പോൾ അധികാരത്തിൽ വന്ന UDF സർക്കാർ അത് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന ജനകീയമായ അല്ലെങ്കിൽ ഏറെ ഉപകാരപ്രദമായ നിർദ്ദേശങ്ങൾ കൃത്യമായി അത് കേരള സർക്കാരും അത് നടപ്പാക്കുന്നു എന്നുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നമ്മുടെ രാജ്യത്ത് ഇന്ധന ഉപയോഗം കുറയ്ക്കണം, പ്രത്യേകിച്ചും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ നിലനിൽക്കുന്ന സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഇന്ധന ഉപയോഗം കുറയ്ക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹമാണ് ആദ്യമേ തന്നെ പ്രധാനമന്ത്രിയുടെ എസ്കോർട്ട് വാഹനങ്ങൾ പകുതിയായി വെട്ടിക്കുറച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി കുറച്ചു. അതിന് പിന്നാലെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും അത് ചെയ്തു. അധികാരമേറ്റ VD സതീശനും അക്കാര്യം കൃത്യമായി അദ്ദേഹം നടപ്പാക്കി എന്നുള്ളതാണ്. തനിക്ക് എസ്കോർട്ട് വാഹനങ്ങൾ അധികം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അത് വളരെ നല്ല തീരുമാനമാണ്. അത് രാഷ്ട്രീയത്തിനുപരിയായി എല്ലാ ജനങ്ങളും അംഗീകരിക്കുന്ന തീരുമാനമാണ്. മറ്റൊന്ന് നേരത്തെ പറഞ്ഞു വെച്ച PM ശ്രീ പദ്ധതിയാണ്. അത് കേരളവും തമിഴ്നാടും ഒഴികെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒപ്പിട്ടതാണ്. കർണാടക ഒപ്പിട്ടു, പ്രത്യേകിച്ചും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക, അല്ലെങ്കിൽ BJP അല്ലാത്ത തെലങ്കാന, അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ്, ഇവരൊക്കെ ഒപ്പിട്ടു. നമുക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം നേരിട്ട ആ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുമെന്ന് തന്നെയല്ലേ അങ്ങയുടെയും പ്രതീക്ഷ? ഇത്തരത്തിൽ കടുംപിടുത്തത്തിലൂടെ വെറും രാഷ്ട്രീയ വിരോധം കൊണ്ട് നമുക്ക് ലഭിക്കേണ്ട കേന്ദ്ര വിഹിതങ്ങൾ ഒന്നും ഇല്ലാതാക്കുന്ന ഒരു സമീപനം VD സതീശൻ സർക്കാർ കൈക്കൊള്ളില്ല എന്ന് തന്നെ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് വിശ്വസിക്കാമോ ഡോക്ടർ ജി വി ഹരി? വിനോദ്, ഇതിനകത്ത് അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ പറഞ്ഞ വളരെ വാലിഡായിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. ഞാൻ അതിനെ ആദ്യം അഡ്രസ്സ് ചെയ്യാം. അദ്ദേഹം പറഞ്ഞത് നമ്മൾ ചിലവ് ചുരുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതൊരു ഏറ്റവും മികച്ച ഒരു സജഷനാണ്. നമ്മളതിന് തുടങ്ങിക്കഴിഞ്ഞു. അത് നിങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും. മുണ്ട് മുറുക്കി ഉടുത്ത് മുന്നോട്ട് പോകണമെന്നുള്ളത് കൊണ്ടാണ് പുതിയ കാറുകൾ വാങ്ങാത്തത്. അതാണ് ആദ്യത്തെ എക്സാമ്പിളായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ മന്ത്രിമാരും ഉപയോഗിക്കുന്നത് 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ 15,000 കിലോമീറ്റർ ഒക്കെ ഉപയോഗിച്ച് നേരത്തെ തന്നെ മന്ത്രിമാരുടെ കയ്യിലുള്ള വാഹനങ്ങളൊന്ന് പോളിഷ് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുള്ളതേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിക്ക് പുതിയ കാറ് വേണ്ടെണ്ണം വാങ്ങുന്നതിനൊന്നും ഒരു തടസ്സവുമില്ല. പക്ഷേ നമ്മളുടെ സാമ്പത്തിക സ്ഥിതി എന്താണ്? അത് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും അതിനെക്കുറിച്ച് വളരെ കൃത്യമായി പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തീരുമാനിച്ചത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സർക്കാർ തന്നെ ചെലവ് കുറയ്ക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ക്ലിഫ് ഹൗസ് മോഡി പിടിപ്പിച്ചിട്ടില്ല. അതെ, അതിപ്പോൾ അതിൻ്റെ ഒന്ന് ചേർക്കാൻ വേണ്ടി 75 ലക്ഷം രൂപ ക്ലിഫ് ഹൗസ് മോഡി പിടിപ്പിക്കാൻ ചെലവാക്കുന്നു എന്നൊരു വാർത്ത വരുന്നു. ഇല്ലില്ല, അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നേരത്തെ തന്നെ ഓൾറെഡി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ അലൗട്ട് ചെയ്തിരിക്കുന്നത്. കാരണം അവിടെ താങ്കൾക്ക് തന്നെ അറിയാവുന്ന പോലെ ഈ ക്ലിഫ് ഹൗസ് ആണ് എന്ന് പറയുമ്പോൾ എത്ര കൊല്ലത്തെ പഴക്കമുള്ളൊരു കെട്ടിടമാണെന്നറിയാമോ? അത് ഞാൻ അവിടെ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സമയത്ത് ഞാൻ അവിടെ പല പോയിട്ടുള്ള ആളാണ്. അപ്പോൾ അവിടെ അറിയാം നമ്മൾ ഈ പറയുന്ന ഇത് മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ കണ്ടോൺമെൻറ്റ് ഹൗസ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ കണ്ടോൺമെൻറ്റ് ഹൗസിൽ പോകാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഈ രണ്ട് കെട്ടിടങ്ങളും കാഴ്ചയിൽ ഈ വലിയ സ്ഥലമൊക്കെ ഉണ്ടെങ്കിലും അകത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഒരു സുഖമില്ലാത്ത സ്ഥലങ്ങളാണ് ഇത് രണ്ടും. കാരണം അവർ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മരപ്പട്ടിയുടെ ശല്യമാണ്. അതുകൊണ്ടാണ് ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് വെള്ളം തുറന്നു വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള അടിസ്ഥാന കാര്യങ്ങൾ ഇനി ആകപ്പാട് ഒരു മന്ത്രിമന്ദിരം അത്രയും മോശപ്പെട്ട അവസ്ഥയാണ്. ഞാനിപ്പോൾ ഇന്ന് സെക്രട്ടേറിയറ്റിൽ പോയിരുന്നു. ഞാൻ ഈ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സെക്രട്ടേറിയറ്റിലെ എല്ലാ മന്ത്രിമാരുടെയും ഓഫീസുകൾ സന്ദർശിച്ചു. ഞാൻ ഒരു മന്ത്രിയുടെയും ഓഫീസ് പുതുക്കിയിട്ടില്ല. എല്ലാ മന്ത്രിമാരുടെയും ഓഫീസുകൾ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ പഴയ ചെയറുകൾ തന്നെയാണുള്ളത്, ഒരെണ്ണവും മാറ്റിയില്ല. സാധാരണഗതിയിൽ ചെയ്യുന്നത് പുതിയ മന്ത്രിസഭ വരുന്നതോടുകൂടി പെയിൻ്റ് അടിക്കും, അവിടെയുള്ള ചെയർസും അവിടെയുള്ള മൊത്തം ഫർണിച്ചറുകൾ മാറ്റും. ഇത്തവണ അതൊന്നും വേണ്ട എന്നുള്ള നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും അത് നല്ലത് എന്ന് പറയുക, അതിനെ മാതൃകയാക്കുക എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ മുഖമുദ്ര. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞ കാര്യത്തിനകത്ത് കാര്യമുണ്ട്. കാരണം ഇപ്പോൾ രാജ്യത്തെ മാത്രമല്ല ലോകത്തിൻ്റെ സ്ഥിതി വളരെ ഭയാനകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ചെലവുകൾ കുറച്ചു കൊണ്ടുവരിക എന്നുള്ളത് എല്ലാ സർക്കാരുകളും ചെയ്യേണ്ടതുണ്ട്. കാരണം അല്ലെങ്കിൽ അതിൻ്റെ മുഴുവൻ ഭാരവും വന്നുപെടുന്നത് ഈ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മണ്ടയിലാണ്. ഇപ്പം നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ 3 രൂപയാണ് ഡീസലിനും പെട്രോളിനും കൂട്ടിയിരിക്കുന്നത്. നമുക്കറിയാം 229 രൂപയാണ് ഗാർഹിക ഗ്യാസിന് കൂട്ടിയിരിക്കുന്നത്. 999 രൂപയ്ക്ക് അടുപ്പിച്ചാണ്, ഏകദേശം 1000 രൂപയ്ക്ക് അടുപ്പിച്ചിട്ടാണ് വാണിജ്യ സിലിണ്ടറുകൾക്ക് കൂടിച്ചിരിക്കുക. എല്ലാത്തിനും വിലക്കയറ്റം രാജ്യം മൊത്തമായിട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്നിട്ട് നമ്മളോട് ഇന്നത് കുറയ്ക്കൂ, അത് കുറയ്ക്കൂ, ഇത് കുറയ്ക്കൂ എന്നൊക്കെ പ്രധാനമന്ത്രി പറയുന്നുണ്ട്. കാരണം കാലഘട്ടം ആവശ്യപ്പെടുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്തത്,
ഞങ്ങൾ ഈ കാര്യങ്ങളിൽ ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പാണ് ഞാൻ സൂചിപ്പിച്ചത്, സർക്കാർ തന്നെ ചിലവ് കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരധിക ചിലവും ഒരു സ്ഥലത്തും ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധ നമ്മൾ കൊടുക്കും. അപ്പോൾ അതിലൂടെ നമുക്ക് പണം സമാഹരിക്കാൻ സാധിക്കും. ഈ കഴിഞ്ഞ 10 വർഷം ഇവിടെ ഭരിച്ച സർക്കാരിന് സംഭവിച്ചെന്താണെന്നറിയാമോ? ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പണം അനാവശ്യമായി ചെലവഴിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് അയ്യപ്പ സംഗമം 8 കോടി രൂപയുടെ അനാവശ്യ ചിലവാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതിൻ്റെ കണക്ക് ഇപ്പോഴും കൊടുത്തിട്ടില്ല, അതൊക്കെ വരാൻ പോവാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുപോലെ തന്നെ ഈ കേരള സഭ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ദൂർത്തുണ്ട്. ഈ പ്രവാസികളെ മുഴുവൻ ഇവിടേക്ക് വിളിച്ചു വരുത്തി അവർക്ക് 3 നേരം ഭക്ഷണം കൊടുക്കുന്നത്. അത് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നതിനെതിരൊന്നുമില്ല. പക്ഷേ എന്താണ് അതിൻ്റെ ഔട്ട്പുട്ട്, എന്താണ് അത് എന്താണ് നമുക്കതുകൊണ്ട് ഇത്രയും പണം ചിലവാക്കിയതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഇപ്പോൾ ഈ കേരള സഭ പോലുള്ള വെള്ളാന പരിപാടികൾ, അതോടൊപ്പം തന്നെ മറ്റനേകം ഇതുപോലുള്ള പണം വെറുതെ കളഞ്ഞിട്ടുള്ള പരിപാടികൾ, ഇപ്പം നമുക്കറിയാം തിരുവനന്തപുരത്ത് നടക്കുന്ന കുറേയേറെ പരിപാടികളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കട്ട് ഷോട്ട് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ കുറയ്ക്കുകയും അതേസമയം ആവശ്യമുള്ള കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുകയും ചെയ്യും. ഞാൻ എങ്ങനെയാണ് പണം ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം കൂടെ പറയാം. ഇപ്പം ഞാൻ ഇവിടെ ഡോക്ടർ മോഹൻ വർഗീസ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ധനം മുഖ്യമന്ത്രി തന്നെ കൈവെക്കുക. ഒരു കാര്യം കൂടെ അദ്ദേഹം കൈവച്ചിട്ടുണ്ട്, തുറമുഖം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. അപ്പോൾ ഇന്ത്യയിലെ ഇന്ന് ഏറ്റവും മികച്ച തുറമുഖമായി വളർന്നു വരുന്നതാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ നമ്മുടെ എയർപോർട്ടിൽ വന്നിറങ്ങുന്നത് പോലെ തന്നെ വിദേശ രാജ്യത്ത് നിന്നുള്ള നമുക്ക് ആഡംബര ക്രൂസുകൾക്ക് ഇവിടെ വന്ന് അവിടെ നിന്നുള്ള ആളുകൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങി അതിനുള്ള സംവിധാനങ്ങളെല്ലാം അവിടെ ആയിട്ടുണ്ട്. അതിനകത്തുള്ള മൈഗ്രേഷൻ ഇമിഗ്രേഷൻ പ്രോസസ്സിൻ്റെയൊക്കെ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇതെല്ലാം അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഇതുവരെ കണ്ടെയ്നറുകൾ മാത്രമാണ് വന്നുകൊണ്ടിരുന്നതെങ്കിൽ വലിയ ആഡംബര കപ്പലുകളിൽ ആളുകൾ, ടൂറിസ്റ്റുകൾ ഇങ്ങോട്ടേക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ നോക്കൂ, എത്ര വളരെ വലിയ കാഴ്ചപ്പാടാണ് മുഖ്യമന്ത്രിക്കുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ധനവകുപ്പ് അദ്ദേഹം കൈവെക്കുന്നു, തുറമുഖം അദ്ദേഹം കൈവെക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹത്തിന് എവിടെ പൈസ ജനറേറ്റ് ചെയ്യണമെന്നും എവിടെ പൈസ ചിലവാക്കണമെന്നുള്ള കൃത്യമായ ധാരണ ഉണ്ട് എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിനകത്ത് ഇവിടെ വർഗീസ് സാറ് സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടാണ് മറ്റുള്ളതൊന്നും പ്രഖ്യാപിച്ചില്ല, 1000 രൂപ കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. നമ്മളത് ഒരൊറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം പ്രഖ്യാപിക്കാം എന്ന് പറഞ്ഞിട്ടില്ല. ആദ്യത്തെ ഒരു ഇതൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ പതുക്കെ നമ്മൾ അതിലേക്ക് പോയി കഴിയുമ്പോൾ 4.5 വർഷമാകുമ്പോൾ ചെയ്താലും മതി. അല്ല അങ്ങനെയല്ല, അങ്ങനെ വിനോദ അത്തരത്തിൽ പറയില്ല. 4.5 വർഷമാകുമ്പോൾ ചെയ്തോളാം എന്നുള്ള ഒരു തമാശയ്ക്ക് പറഞ്ഞാൽ ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു. കഴിഞ്ഞ സർക്കാർ അങ്ങനെ പലതും കഴിഞ്ഞ സർക്കാർ ഈ സർക്കാരും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടെന്നേ. അവരങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തെറ്റായിട്ടുള്ളത് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അത്തരത്തിൽ തെറ്റ് ആവർത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ജനങ്ങൾ ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് ആവർത്തിക്കാനാണെങ്കിൽ ഞങ്ങൾ തിരഞ്ഞെടുക്കേണ്ട അവരെ തന്നെ തിരഞ്ഞെടുത്താൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന വിമർശനം അല്ലെങ്കിൽ ക്രിയാത്മകമായ വിമർശനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അതിനകത്ത് കഴമ്പുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ സ്വീകരിച്ചിട്ടായിരിക്കും ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആരെയും ഇറങ്ങിപ്പോ അല്ലെങ്കിൽ കടക്ക് പുറത്ത് എന്ന് ഞങ്ങൾ പറയില്ല. പ്രതിപക്ഷത്ത് ഇപ്പോൾ തന്നെ BJP-യുടെ 3 അംഗങ്ങളാണ്. ഇത്തവണത്തെ ഈ സർക്കാരിൻ്റെ വ്യത്യാസം നമുക്ക് വലിയ മൃഗീയ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും അവിടെ 3 പ്രധാനപ്പെട്ട BJP-യുടെ MLA ഉണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ശ്രീ പത്മനാഭൻ അത് പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് വളരെ കൃത്യമായി അവരുടെയും ഇടപെടലുകൾ ഈ കാര്യത്തിൽ ഉണ്ടാകുമ്പോൾ അതെല്ലാം കറക്റ്റാണ്. അതെ, വളരെ കൃത്യമായി നമ്മൾക്കറിയാം. കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആവണം VD സതീശൻ ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തത്.